പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കാവുന്നവര് എഴുന്നേറ്റ് നിൽക്കുക. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന നമ്മൾ ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവകരുണയുടെ വലിയ മണിക്കൂറാണ്. ഈ മണിക്കൂറിൽ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും കുടുംബാംഗങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും. നമുക്ക് ആവശ്യമായത് ദൈവത്തിൽ നിന്ന് കിട്ടും. നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ അവസ്ഥകളെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നിരവധി രോഗികൾ രോഗാവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട്. അവരുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി ആളുകൾ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നവരുണ്ട്. അവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ അനുഗ്രഹ വഴി തുറക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരുണ്ട്. ദുശ്ശീലങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്നവർ, അവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈ മേഖലകളിലെല്ലാം ദൈവം അത്ഭുതകരമായി ഇടപെടുവാൻ പ്രവർത്തിക്കുവാൻ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നതിനെ ഓർത്ത് അല്പസമയം നമുക്ക് സ്വതന്ത്രമായിട്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സ്നേഹമോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ വാത്സല്യമോർത്ത് കാരുണ്യമോർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകി വരുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പുസ്തസ്ഥാനങ്ങളിൽ ഇരുന്ന് അല്പസമയം ദൈവ വചന വെളിച്ചത്തിൽ ദൈവ കരുണയെ ധ്യാനിക്കാം. ഈ കരുണ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ അനേകം കുടുംബങ്ങളെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കെല്ലാം ദൈവകരുണ വർഷിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകുവാൻ നമുക്ക് കാത്തിരിക്കാം. ദൈവകരുണയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 3 തലങ്ങളിൽ ഇതേക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും, മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, പിതാവായ ദൈവം കരുണയുള്ള ദൈവം. വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിതാവായ ദൈവം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 5 മുതൽ വായിക്കുമ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് വലിയ അത്ഭുത പ്രവർത്തകനായ ഒരു ദൈവം എന്നതിനേക്കാൾ കരുണയുള്ള ദൈവം. ഞാൻ കാരുണ്യവാനായ ദൈവം, അനേകരോട് കരുണ കാണിക്കുന്ന ദൈവം, അനുഭവിക്കുന്ന പാപികളോട് കരുണ കാണിക്കുന്ന ദൈവം, എന്നെ അന്വേഷിച്ച് എൻ്റെ പക്കലേക്ക് തിരിച്ചു വരുന്ന മഹാഭാവികളോടും കരുണ കാണിക്കുന്ന ദൈവം. ഇതാണ് ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ പിതാവായ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതുപോലൊരു ദൈവമാണ് നമ്മുടെ ദൈവം, പിതാവായ ദൈവം എന്നുള്ളത് ഒരിക്കലും നമ്മൾ മറക്കരുത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം. ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? പിതാവായ ദൈവത്തെ പോലെ കരുണയുള്ള മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാൻ നമുക്കില്ലെന്ന് പറയുന്നത് തന്നെ. ദൈവത്തിൻ്റെ കരുണ ആഗ്രഹിക്കുന്നവർ ഈ ദൈവവുമായിട്ട് വലിയൊരു ബന്ധം സ്ഥാപിക്കാൻ എപ്പോഴും പരിശ്രമിക്കും. അവിടുന്നാണ് ഏറ്റവും കരുണയുള്ള വ്യക്തി. ആ വ്യക്തിയുമായി ബന്ധപ്പെടുന്നവർക്ക് എപ്പോഴും കരുണയ്ക്ക് ഒരു കുറവും വരത്തില്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ കാര്യം, കരുണയുള്ള ഒരു ദൈവമാണ് യേശു എന്ന് നമുക്കറിയാം. യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ദൈവം മനുഷ്യരൂപത്തിൽ അവതരിച്ചതാണ്, മനുഷ്യാവതാരം. അതാണ് യേശു ക്രിസ്തു. ഇനി അതുകൊണ്ട് തന്നെ
യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാലും പിതാവിനെ പോലെ തന്നെ കരുണയുള്ള ഒരു ദൈവമാണ് യേശു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല. യേശു കരുണ കാണിച്ച വിവിധങ്ങളായ അവസരങ്ങൾ സുവിശേഷത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഈ യേശുവിൻ്റെ കരുണ തിരിച്ചറിയാൻ പറ്റുന്ന പല സംഭവങ്ങളും സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഏതാനും ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ അവൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്നതെല്ലാം കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വചനഭാഗങ്ങൾ എടുക്കാം. മർക്കോസ് 2:17 വായിച്ചാൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരോഗ്യവാന്മാർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. യേശു പറഞ്ഞ ഒരു കാര്യമാണ്. അവൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന് മനുഷ്യാവതാരമെടുത്തത് എന്തിനാണ് എന്നുള്ളത് ഈ വചനഭാഗത്ത് കൃത്യമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. ആരോഗ്യവാന്മാർക്കല്ല വൈദ്യനെ കൊണ്ട് ആവശ്യം, രോഗികൾക്ക്. ഇനി നമ്മൾ പാപത്തിൽ നമ്മൾ കഴിയുമ്പോൾ രോഗികളാണ്. ആ രോഗികളെ സുഖപ്പെടുത്തുന്ന വൈദ്യനാണ് യേശു. അതുകൊണ്ട് തന്നെ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണ്ടെത്താൻ പറ്റും. പല പ്രശ്നങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് പാപമാണ് എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പാപം മൂലം നമുക്ക് രോഗികളാകാം, പാപം മൂലം നമുക്ക് ദുർബലരാകാം, പാപം മൂലം നമുക്ക് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരാം, പാപത്തിൻ്റെ പരിണതഫലമായിട്ട് മരണം പോലും ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇനി യേശു പറഞ്ഞൊരു കാര്യം, ഞാൻ വന്നത് ഒരു വൈദ്യൻ രോഗിയെ സുഖപ്പെടുത്താൻ വന്നതുപോലെയാണ്. പറയുന്നുണ്ട്, പാപത്തിൽ ജീവിക്കുന്ന നമ്മൾ രോഗികളാണെങ്കിൽ ആ രോഗികൾക്ക് ഒരു വൈദ്യനുണ്ട്, അതാണ് യേശു ക്രിസ്തു. അവൻ നമ്മളെ എത്രയും വേഗം സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വൈദ്യനാണ് എന്ന കാര്യം ഒരിക്കലും നമ്മൾ വിസ്മരിക്കരുത്. അങ്ങനെ എപ്പോഴെല്ലാം പാപത്തിൽ വീഴുന്നുവോ അപ്പോഴെല്ലാം കർത്താവിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് ആ കാരുണ്യം പ്രാപിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 30 മുതൽ വായിക്കുമ്പോൾ വലിയ ഒരു സന്ദേശം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ജനത്തോട് അലിവ് തോന്നിയ ഒരു യേശുവിനെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. വിശക്കുന്നവരെ കണ്ട് അലിവ് തോന്നിയ ഒരു യേശു. അതുപോലെ ഏത് ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണേലും അവരോടൊക്കെ അലിവ് തോന്നുന്ന ഒരു വ്യക്തിയാണ് യേശു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മത്തായി 6:34 മുതൽ വായിക്കുമ്പോൾ ജനത്തെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം, ഇവരെ ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ്. അങ്ങനെ ഒരു നേതാവില്ലാതെ, ഒരു സംരക്ഷണമില്ലാതെ, ഒരു കുടുംബനാഥനില്ലാതെ വിഷമിച്ചവരെക്കുറിച്ച് യേശു ഏറ്റുപറയാണ്, എനിക്കവരോട് അലിവ് തോന്നുന്നു. അതുകൊണ്ട് നമ്മളാരും ഈ ഭൂമിയിൽ അനാഥരാണ്, നേതാവില്ലാത്തവരാണ്, നമുക്ക് സംരക്ഷണമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. യേശുവിനെ അറിഞ്ഞ് ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. യേശു ക്രിസ്തുവിൽ എല്ലാം ഉണ്ട്. ഒരപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, സഹോദരിയുണ്ട്, എല്ലാം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതാണ് നമ്മുടെ യേശു ക്രിസ്തു എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് മത്തായി 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം, 15-ന്റെ 32-ാമത്തെ വചനം. കർത്താവിൻ്റെ കൂടെ നിന്നവരുടെ അവസ്ഥ കർത്താവ് മനസ്സിലാക്കി. ഒരുപക്ഷേ നിങ്ങളുടെ കൂടെ കിടക്കുന്ന ജീവിത പങ്കാളിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ലായിരിക്കാം. അങ്ങനെ പരാതി പറയുന്ന പലരെയും നമ്മൾ കേൾക്കാറുണ്ട്. അവരൊന്നും എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ ജീവിത പങ്കാളി പോലും എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ കരുതുന്നില്ല എന്നൊക്കെ പറയുന്നവർ. ഇവിടെ നമ്മൾ കാണുകയാണ്, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനങ്ങളെ കർത്താവ് മനസ്സിലാക്കി. അവരെത്ര ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, അങ്ങനെയുള്ള എല്ലാ വിശദാംശങ്ങളും കർത്താവ് അറിഞ്ഞിരുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പറയുന്നുണ്ട്, യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെ അറിയുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന, സഹായിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് യേശുവിനെ എപ്പോഴും നമ്മൾ കാണണം. ആ ഒരു മനോഭാവത്തിൽ ഈ യേശുവുമായി ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുന്നവർക്ക് കരുണയുടെ ഒരു കുറവും ഒരു കാലത്തും വരില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ വായിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി,
ഒരുപാട് റിസ്ക് എടുത്ത് വേണമെങ്കിൽ അവന് വഴിയിൽ വെച്ച് കല്ലെറിയപ്പെടാം. ഇതെല്ലാം അവന് അറിയാമായിരുന്നു. എന്നിട്ടും അവന് യേശുവിൻ്റെ അടുത്ത് എത്താനായിട്ട് റിസ്ക് എടുത്ത് പോകുന്ന ഒരു കുഷ്ഠരോഗിയെ കാണാൻ പറ്റും. ഞാൻ അടുത്തെത്തി. ഏതായാലും അവൻ്റെ ഭാഗ്യം കൊണ്ട് അടുത്തെത്തി. അവൻ പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. കർത്താവ് പറഞ്ഞൊരു കാര്യം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അലിവ്, ഇതെല്ലാമാണ് അവിടെ പ്രകടമാകുക. കർത്താവ് പറഞ്ഞൊരു കാര്യം, നീ എന്താ പറയുന്നത്? എനിക്ക് മനസ്സുണ്ടെങ്കിലെന്നോ? എനിക്ക് മനസ്സുണ്ട്. ഇതുപോലെ കർത്താവിൻ്റെ കരുണയിൽ പ്രത്യാശ അർപ്പിച്ച നിനക്ക് എങ്ങനെ കരുണ കിട്ടാതിരിക്കും? തൽക്ഷണം അവൻ്റെ കുഷ്ഠം മാറി അവൻ സൗഖ്യം പ്രാപിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. പറയുന്നുണ്ട്, നമ്മുടെ പിതാവായ ദൈവം കരുണയുള്ള ദൈവമാണ്. യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത ദൈവം കരുണയുള്ള ഒരു ദൈവമാണ്. കരുണ ആഗ്രഹിക്കുന്നവർ, കരുണ വേണ്ടവർ എങ്ങോട്ടാണ് തിരിയേണ്ടത് എന്നുള്ളത് ഈ രണ്ട് വ്യക്തികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മൂന്നാമതൊരു കാര്യം, നമ്മൾ വിസ്മരിക്കരുതാത്ത ഒരു കാര്യമുണ്ട്. നാം ദൈവമക്കളാണെങ്കിൽ കരുണ കാണിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്കറിയാമല്ലോ, ചിലതൊക്കെ എടുക്കുന്നതോടൊപ്പം കൊടുക്കുകയും ചെയ്യണം. സ്നേഹം എടുക്കാനുള്ളതാണ്, എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യണം. ക്ഷമ എടുക്കാനുള്ളതാണ്, എന്നിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യണം. കരുണ എടുക്കാനുള്ളതാണ്, എടുത്തിട്ട് മറ്റുള്ളവരോട് ആ കരുണ നമ്മൾ കാണിക്കുന്നവരായിട്ട് മാറണം. അറിവ്, ജ്ഞാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാനുള്ളതാണ്, ഒപ്പം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ വചനം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യാക്കോസ്ലിയ 2-ാം അധ്യായം 13-ാമത്തെ വചനം പറയുന്നത്, കാരുണ്യരഹിതമായിട്ട് പ്രവർത്തിക്കുന്നവരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. പറയുന്നുണ്ട്, വിധി ദിവസം ദൈവം നമ്മളോട് കരുണ കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും എല്ലാം കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ 3 മേഖലകൾ നമ്മുടെ ധ്യാന വിഷയമാക്കി അത് തരുന്ന സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അത് ജീവിക്കാൻ നമ്മൾ ദൃഢനിശ്ചയമുള്ളവരാകുമെങ്കിൽ നമുക്ക് കരുണയെടുക്കാൻ പറ്റും, കരുണ കൊടുക്കാൻ പറ്റും. അതിലൂടെ നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം കൂടുതൽ അർത്ഥവത്താക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ. കർത്താവ്, ഇതിലൂടെ എല്ലാം അങ്ങ് അത്ഭുതകരമായി പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.